Hello friends, welcome back to Technique Malayalam. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. ഈ അടുത്ത് നമുക്ക് സ്മാർട്ട് ഫോൺ ലോഞ്ചസ് കുറവായത് കാരണം അൺബോക്സിങ്സ് കുറച്ച് കുറവാണ്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻറ്റ് ഡിവൈസാണ് ഈ സെഗ്മെൻറ്റിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ളത് OnePlus Nord 3 ആണ്. അപ്പോൾ Nord സീരീസ് തന്നെ നമുക്കറിയാം കുറച്ചും കൂടി ഒരു അഫോർഡബിൾ കാറ്റഗറിയിലാണ് OnePlus കൊണ്ടുപോകുന്നത്. ആദ്യത്തെ Nord ഇറങ്ങുന്നത് 2020 പിന്നെ Nord 2 ഇറങ്ങി, 2T ഇറങ്ങി, ഇപ്പോൾ അതാ Nord 3 നാലാമത്തെ വേർഷനും മൂന്നാമത്തെ ഐട്രേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ OnePlus Nord 3 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസിങ് അറിയില്ല, പ്രോബ്ലി ഒരു 34-35 ആ റേഞ്ച് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മളൊരു ഗസ്സിലാണ് പറയുന്നത്, എക്സാക്ട് പ്രൈസിങ് നമുക്ക് ഇപ്പോൾ അറിയില്ല. ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ലോഞ്ചിന് മുമ്പ് ഉണ്ടാക്കിയ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ ഇത് അപ്ഡേറ്റ് ചെയ്യാം, പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് OnePlus Nord 3 അൺബോക്സ് ചെയ്യാം, പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. ഇൻഫാക്ട് ഇതൊരു മീഡിയ ബോക്സ് ആണ് കേട്ടോ. ഇത് ഇൻഫാക്ട് ഇങ്ങനെയല്ല വന്നത്, വലിയൊരു ബോക്സിനകത്താണ് വന്നത്. ഇവിടെ നമുക്ക് OnePlus Nord 3 5G എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ബോക്സിന് പുറത്ത് ഒന്നും തന്നെ എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സ് ചെയ്യാം, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. അപ്പോൾ അൺബോക്സിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടും തന്നെ സമയം കളയാണ്ട് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിങ്. നിങ്ങൾക്ക് കാണാം Nord എന്ന് എഴുതിയത് കാണാം, സൈഡിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ Nord 3 5G. പിന്നെ ബാക്കിൽ ഇവിടെ കണ്ടില്ലേ ഏതാണ്ട് 34,000 തോന്നുന്നു, പ്രൈസിങ് അറിയില്ല. പിന്നെ ഇവിടെ നമുക്ക് ബാക്കി എന്താണുള്ള സാർ വാല്യൂ 1.13 ഹെഡ് സാറും 0.872 ബോഡി സാറുമാണ്. അറൗണ്ട് 193 ഗ്രാംസേ ഇതുള്ളൂ, വെയിറ്റ് ഉള്ളൂ. 0.81 അതായത് 8.1 mm തിക്നെസ് ആണ് വരുന്നത്. അത്രയും വളരെ സ്ലിം ആയിട്ടാണ് ഡിവൈസ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള ടെമ്പസ്റ്റ് ഗ്രേ എന്ന് പറഞ്ഞത് ഒരു ഗ്രേ കളറാണ്. അതേപോലെ തന്നെ 16 GB റാം ആണ് വരുന്നത്, 256 GB സ്റ്റോറേജ്, ഒരു 8 GB റാമും 128 വേരിയൻ്റ് ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേരിയൻറ്റ്, 16 GB റാമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് ഒന്ന് തുറക്കാം. അപ്പോൾ നോഡിൻ്റെ ബോക്സ് തുറക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബോക്സാണ് ആദ്യം തന്നെ വരുന്നത്. ഇതിനകത്ത് എന്താ നോക്കാം. ആസ് യൂഷ്വൽ ഇതിനകത്തൊരു കേസ് ആവാനാണ് ചാൻസ്. നമുക്കിവിടെ ഒരു സിം ഇജക്റ്റർ പിൻ കണ്ടില്ലേ, ഒരു സിം ഇജക്റ്റർ പിൻ ഇൻക്ലൂഡറാണ്. പിന്നെ നോഡിൻ്റെ കുറച്ച് എന്താ പറയുക, Nord 3നെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഇൻഫർമേഷൻ ഉണ്ട്. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. നോഡിൻ്റെ സ്റ്റിക്കേഴ്സ് ഇൻക്ലൂഡറാണ്. മെമ്പർഷിപ്പ് കാർഡ് കണ്ടില്ലേ, മെമ്പർഷിപ്പ്, റെഡ് കേബിൾ ക്ലബിൻ്റെ മെമ്പർഷിപ്പ്, പിന്നെ സേഫ്റ്റി ഗൈഡ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ, ഇതിനകത്ത് IR റിമോട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റേ എന്താ പറയുക AC ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള IR റിമോട്ടും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് സേഫ്റ്റി ഗൈഡിനകത്ത് ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് ഒരു കേസാണ് വരുന്നത്, നല്ലൊരു TPU കേസാണ്. കാരണം കട്ടൊക്കെ ഉണ്ടില്ലേ, അതേപോലെ തന്നെയുള്ള TPU കേസാണ്. സ്റ്റാൻഡേർഡ് TPU കേസ് ആണെങ്കിലും കുറച്ചും കൂടി ഒരു ഫിനിഷ് ഉണ്ട്, കാരണം ബ്ലാക്ക് കളർ ആയതുകൊണ്ട് കുറച്ചും കൂടി ലുക്ക് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കിട്ടുന്നത് ഡിവൈസാണ്, ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് അവിടെ നോക്കാം. നമുക്കൊരു അഡാപ്റ്ററാണ്, 80 watt അഡാപ്റ്ററാണ്. ഇതല്ലേ 80 watt ഫാസ്റ്റ് ചാർജിങ്, ഇത് സൂപ്പർ വൂക്കാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന സ്റ്റാൻഡേർഡ് കേബിളാണ്, USB Type A to Type C ചാർജിങ് കേബിളാണ് OnePlusൻ്റെ റെഡ് കളറിൽ. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ബാക്കി ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ ഡിസൈൻ ലാംഗ്വേജ് നോക്കാം. നമുക്കിവിടെ കാണാം ഇതൊരു ഗ്ലാസ് ഫിനിഷാണ്, ഇത് മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഈ കളർ അതായത് ഗ്രേ കളറ് മാറ്റ് ഫിനിഷാണ്, ഗ്രീൻ കളറാണെങ്കിൽ ഗ്ലോസി ഫിനിഷാണ്. ഇവിടെ നമുക്ക് 2 ക്യാമറ മോഡുകൾ വേണം, പക്ഷേ ടോട്ടൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയും സോണി IMX 890 സെൻസർ, പിന്നെ ഒരു 8 മെഗാപിക്സൽ അൾട്രാവൈഡ് മാക്രോ സെൻസറുമാണ്. പിന്നെ LED ഫ്ലാഷും കാണാം നമുക്കിവിടെ. അപ്പോൾ OnePlusൻ്റെ ബ്രാൻഡിങ്ങും കാണാം. അതേപോലെ തന്നെ സൈഡിൽ പവർ ബട്ടൺ കാണാം. പിന്നെ അലേർട്ട് സ്ലൈഡർ, ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ചെയ്യേണ്ടായി. ഈ അടുത്ത് OnePlus Nord 3ൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറയേണ്ടത് അലേർട്ട് സ്ലൈഡർ ഇൻക്ലൂഡാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്താ സൈലൻറ്റ് മോഡിലേക്ക് പോകാം, അല്ലെങ്കിൽ മ്യൂട്ട് മോഡിലേക്ക് പോകാം. പിന്നെ മുകൾ ഭാഗത്ത് നമുക്ക് IR ബ്ലാസ്റ്ററാണ് വരുന്നത്. പിന്നെ താഴെ നമുക്ക് സ്പീക്കർ യൂണിറ്റും 3.5 mm അല്ല, USB Type C പോർട്ടും സിം ട്രെയിൻ വരുന്നത്, മൈക്രോഫോണും കാണാം. ഇതിനകത്ത് 3.5 mm ഓഡിയോ ജാക്ക് ഇൻക്ലൂഡർ അല്ല. ലെഫ്റ്റ് സൈഡിൽ വോളിയം കീസാണ് വരുന്നത്. ഇനി ഫിംഗർ പ്രിൻറ്റ് സ്കാനർ എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. ഇവിടെ ഒരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. വളരെ സ്ലിം ആണ്, ഉണ്ടല്ലേ, 8.1 mm തിക്നെസ്സേ ഉള്ളൂ, 200 ഗ്രാംസിനും താഴെ വരുന്നത്. അപ്പോൾ നല്ല ഒരു ഫിനിഷ് ഉണ്ട്. പിന്നെ ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഞാൻ നേരത്തെ OnePlus Nord 3ൻ്റെ
വീഡിയോ ഇട്ടപ്പോഴും പറയേണ്ടത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഓവറോൾ ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആണ്. ഇത് ഗ്ലാസ് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ നല്ലൊരു സോളിഡ് ഫിനിഷ് ഡെഫിനറ്റ്ലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ഉണ്ടല്ലേ, വളരെ ബെസൽലെസ്, മിനിമം ബെസൽസ് ആണ് വരുന്നത്. ഒരു നല്ല ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത് അല്ലേ, വളരെ മിനിമൽ ബെസൽസ് ആണ്, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്. ബെസൽസ് ഓൾമോസ്റ്റ് ഈക്വൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈ താഴത്തെ കുറച്ചധികം ഉണ്ടെങ്കിലും വളരെ മിനിമലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ഡിസ്പ്ലേ ആണ്. ഫ്ലൂയിഡ് AMOLED 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിയും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. നമുക്ക് ജസ്റ്റ് നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആണ്. അതേപോലെ തന്നെ നമ്മൾ മൂവീസൊക്കെ വാച്ച് ചെയ്യണമെങ്കിൽ തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നെറ്റ്ഫ്ലിക്സിലും ആമസോൺ പ്രൈമിലൊക്കെ നമുക്ക് ഇതിനകത്ത് എന്താ പറയുക, നല്ല ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് HDR10+ സപ്പോർട്ട് ഉണ്ട്. നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ടും ആമസോൺ പ്രൈമിലും HDR സപ്പോർട്ട് ഉണ്ട്. ഇത് ഡൈനാമിക് റിഫ്രഷ് റേറ്റ് ആണ്, അതായത് 40 to 120 Hz വരെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 10-bit പാനലാണ് കൊടുത്തിരിക്കുന്നത്. HDR10+ ആണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ ഒരു കിടിലൻ ഡിസ്പ്ലേ നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ച് പറയാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്കറിയാം OnePlusൻ്റെ Oxygen OS ആണ് ഈ ഡിവൈസും പവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എബൌട്ട് ഡിവൈസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം Oxygen OS 13 ആണ്, ആൻഡ്രോയിഡ് വേർഷനും 13 ആണ്. ജൂൺ പാച്ച് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, Oxygen OS 13.1 ആണ്, ലേറ്റസ്റ്റ് വേർഷനാണ് വരുന്നത്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ നമുക്ക് ഇതിൽ സോഫ്റ്റ്വെയർ ആസ്പെക്ട്സ് പറയുക, നമുക്കറിയാം ഓപ്പോൻ്റെ കളർ OS തന്നെയാണ് Oxygen OS ആയിട്ട് വരുന്നത്. അപ്പോൾ അതേ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു UI ആണ് പൊതുവേ Oxygen OS. കണ്ടില്ലേ, വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്, തീംസ്, ഐക്കൺസ്, എഡ്ജ് ലൈറ്റിംഗ്, ഇങ്ങനത്തെ കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഒരുപാട് അഡീഷണൽ സ്പെഷ്യൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ സ്പ്ലിറ്റ് സ്ക്രീൻ, ഫ്ലെക്സിബിൾ വിൻഡോസ്, ക്വിക്ക് റിട്ടേൺ, ഇങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എബൌട്ട് ഡിവൈസ് ഞാൻ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കാണാൻ സാധിക്കും. പിന്നെ ബ്ലോട്ട് വേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് കാര്യമായ ബ്ലോട്ട് വേസ് ഒന്നുമില്ല. ഇതൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് ആട്ടോ. പ്രോബബ്ലി എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോയും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിരുന്നു. ബാക്കി ഒന്നും തന്നെ പ്രീ ഇൻസ്റ്റാൾഡ് അല്ല. പിന്നെ IR റിമോട്ട്, ഗൂഗിളിൻ്റെ ആപ്സ്, ഗെയിംസ്, ഇത്രയേ ഉള്ളൂ. ക്ലോൺ ഫോൺ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. മേ ബി ഈ 2 ആപ്പ് ഒഴിച്ച്, അതായത് നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോയും സെൻ സ്പേസ്, ഇതൊക്കെ Oxygen OSൻ്റെ ആപ്പ് തന്നെയാണ്. ഓവർലാക്സ്, ഇതൊക്കെ ഓൾറെഡി അവരുടെ തന്നെ ആപ്പാണ്. പക്ഷേ തേർഡ് പാർട്ടി ആപ്സ് എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും തന്നെ ഉണ്ടായില്ല. ബാക്കിയൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ്. അപ്പോൾ വളരെ ക്ലീൻ UI ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈവൻ നോട്ടിഫിക്കേഷൻ ടോഗിൾ എടുത്താൽ പോലും വളരെ ക്ലീൻ എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്കറിയാം Oxygen OS എപ്പോഴും തന്നെ അപ്ഡേറ്റ്സിന് മുൻഗണന കൊടുക്കുന്ന ഒരു ഡിവൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നല്ല ഒരു അപ്ഡേറ്റ് സൈക്കിൾ ഡെഫിനറ്റ്ലി കിട്ടും. അപ്പോൾ Oxygen OSൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ക്ലീൻ ആൻഡ് നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഡെഫിനറ്റ്ലി ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. പിന്നെ അപ്ഡേറ്റ് സൈക്കിളിൻ്റെ കാര്യത്തിലും നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. ബ്ലോട്ട് വേസ് ഒട്ടും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സോഫ്റ്റ്വെയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യും OnePlusൻ്റെ Oxygen OS 13ഉം ആൻഡ്രോയിഡ് 13 ആണ്. അപ്പോൾ ആ കാര്യത്തിൽ, സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നല്ലൊരു ക്ലീൻ UI തന്നെ ഡെഫിനറ്റ്ലി നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. ഇതിനകത്ത് വരുന്നത് Dimensity 9000 ചിപ്പാണ്. LPDDR5X റാമും UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടുമാണ് വരുന്നത്. അപ് ടു 16 GB റാമാണ്, 8 GB റാമും കൂടി ഉണ്ട്. 2 വേരിയൻ്റാണ്. ഇപ്പോൾ പണ്ടത്തെ മാതിരി 12 വരുന്നില്ല, 8 16 മാത്രമേ ഉള്ളൂ. 256 സ്റ്റോറേജ് വരെയുണ്ട്. UFS 3.1 സ്റ്റോറേജ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഈ Dimensity 9000 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ എന്താ പറയുക, മീഡിയാടെക്കിൻ്റെ ഒരു പവർഫുൾ ഫ്ലാഗ്ഷിപ്പ് ചിപ്പായിരുന്നു. വളരെ പവർഫുള്ളാണ്. ഇൻഫാക്ട് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ഒക്കെ അടുത്ത് വരുന്ന ഒരു ചിപ്പാണ്. കഴിഞ്ഞ വർഷത്തെ ചിപ്പാണ്, എങ്കിലും തന്നെ നല്ലൊരു പവർഫുൾ മിഡ് റേഞ്ച് ചിപ്പായിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആൻറ്റിറ്റ്യൂഡ് സ്കോർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയണ്ടില്ല, ഓൾമോസ്റ്റ് ക്ലോസ് ടു 10 ലക്ഷമാണ്. 9,49,000 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽഡ് സ്കോർ കാണാം. ഇതുണ്ടല്ലേ, ഡീറ്റെയിൽ സ്കോർ നല്ല ഒരു സ്കോറാണ് ഡെഫിനറ്റ്ലി നമുക്ക് പറയാം. പിന്നെ സ്റ്റോറേജ് ടെസ്റ്റ് എടുത്താലും കണ്ടില്ലേ, നല്ലൊരു UFS 3.1 സ്റ്റോറേജ് ആയതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂസും ഇല്ല എന്ന് വേണ്ടി പറയാം. നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ലാഗോ അങ്ങനത്തെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. ഇനി സ്ട്രെസ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽ റിവ്യൂവിൽ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. എങ്കിലും നല്ലൊരു പെർഫോമിംഗ് ഡിവൈസാണെന്ന് ഡെഫിനറ്റ്ലി നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ ബാക്കിയുള്ള കാര്യം പറയുന്നത് വെച്ചാൽ നമുക്കിവിടെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് എക്സ്പീരിയൻസ് നമുക്ക് ഇതിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം പിന്നെ 5G സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബാൻഡ് സപ്പോർട്ടും ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും തന്നെ ഒരു വിട്ടുവീഴ്ച ഇതിനകത്ത് ഇല്ല. അപ്പോൾ അതുകൊണ്ട് സോളിഡ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണെങ്കിൽ നല്ല എക്സ്പീരിയൻസ്, സാധാരണ നമ്മൾ OnePlus ഡിവൈസസിൽ വരുന്ന പോലെ തന്നെ എല്ലാ ഡിവൈസിലും കിട്ടുന്ന പോലെ തന്നെ നല്ലൊരു ഫാസ്റ്റ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്.
ഇനി നമുക്ക് ക്യാമറാസിലോട്ട് വരാം. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. പ്രൈമറി 50 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇത് എന്താ പറയുക, സോണീൻ്റെ IMX 890 സെൻസറാണ്. ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് പ്രോസസ്സർ, ചിപ്പ് ക്യാമറ സെൻസറാണ്. ഇത് തന്നെയാണ് OnePlus 11ലും വന്നത്. എന്താ പറയുക, ഇൻഫാക്ട് 11R വന്നതാണ്. സോണി IMX 890 സെൻസറാണ്. ഒപ്റ്റിക്കലി ഇമേജ് സ്റ്റെബിലൈസേഷൻ്റെ f1.8 അപ്പർച്ചറാണ് വരുന്നത്. പിന്നെ സെക്കൻഡറി സോണി IMX 355ൻ്റെ 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. ഒരു 2 മെഗാ പിക്സൽ മാക്രോം 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 4K 60 FPS വീഡിയോ ഉണ്ട്. അതേപോലെ തന്നെ EIS സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിൾ എക്സ്പീരിയൻസ് നമുക്ക് ക്യാമറയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. ഇതെല്ലാം OnePlus Nord 3 എടുത്ത ക്യാമറ സാമ്പിൾസാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്യാമറ. ഒരു ഡീറ്റെയിൽഡായി ക്യാമറ റിവ്യൂ ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ ചെയ്യാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻസിൽ എനിക്ക് ക്യാമറ വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റി ക്യാമറയായിട്ട് എനിക്ക് തോന്നുന്നു. മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഒരു നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് ക്യാമറ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാമറയെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലയിരുത്തലൊക്കെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ബാക്കിയുള്ള കണക്ടിവിറ്റി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ടാണ്. NFC ഉണ്ട്, അതേപോലെ വൈഫൈ ഉണ്ട്. പിന്നെ ബാക്കിൽ ഗോറില്ല ഗ്ലാസ് 5 ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഡ്രാഗൺ ട്രെയിൽ ഗ്ലാസ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടിലും ബാക്ക് ആൻഡ് ഫ്രണ്ടിൽ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ IP54 ഇൻഗ്രസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് IP68 അത്രയൊന്നുമില്ല, ജസ്റ്റ് സ്പ്ലാഷസ് ഓഫ് വാട്ടർ മാത്രമേ നമുക്ക് കൊള്ളാൻ പറ്റുള്ളൂ. ഇൻഫാക്റ്റ് സ്വിമ്മിംഗ് പൂളിൽ അങ്ങനത്തേലൊന്നും ഇറങ്ങാൻ പാടില്ല. IP54 ഉള്ളൂ. ബേസിക് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിയുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ നമുക്ക് അലേർട്ട് സ്ലൈഡർ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് ഓൾറെഡി OnePlus യൂസേഴ്സിന് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെഫിനറ്റ്ലി തോന്നാം. പിന്നെ ബാറ്ററിയിലേക്ക് വരികയാണെങ്കിൽ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 80 watt ചാർജിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അറൗണ്ട് 35 മിനിറ്റ്സിനകത്ത് ഫുൾ ചാർജ് ആവും. 1 to 100%, അറൗണ്ട് 35 ആ ടൈമിലാണ് ഫുൾ ചാർജ് ആവുന്നത്. എഗെയിൻ ചാർജിങ് ടെസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ചാർജിങ് ടെസ്റ്റും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെഫിനറ്റ്ലി ഒരു 6 to 7 hours സ്ക്രീൻ ഓൺ ടൈം ഈസിലി നമുക്ക് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു ഗസ്. എഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ യൂസർ ടു യൂസർ. ഓരോരുത്തർക്കും അവരുടേതായ ആപ്സ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു കൃത്യമായൊരു വാല്യൂ പറയാൻ പറ്റില്ല. എൻ്റെ യൂസേജ് ഞാൻ ഡെഫിനറ്റ്ലി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഇതായിരുന്നു OnePlus Nord 3ൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡീറ്റെയിൽ റിവ്യൂ നമ്മളെല്ലാം തന്നെ കവർ ചെയ്യണമാണ്. ഡീറ്റെയിൽ റിവ്യൂ ഞാൻ കുറച്ചുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാമറ റിവ്യൂവും അതേപോലെ ചാർജിങ് ടെസ്റ്റും ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ടെസ്റ്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ നേരിട്ട് ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.